പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കാൻ പോവുകയാണ്. കർത്താവ് അതിശക്തമായ മെസ്സേജാണ് നൽകുന്നത്. ഇന്ന് വലിയ അത്ഭുതം നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നടക്കുന്നതായി അച്ഛന് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് അമേരിക്കയിൽ ജീവിച്ച് ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന അനേകം പേര് കർത്താവ് ഇന്ന് അനുഗ്രഹിക്കുക. കാരണം ഇന്നലെ രാത്രി അമേരിക്കയിൽ നിന്ന് ഒരു സഹോദരി എനിക്ക് മെസ്സേജ് ചെയ്തു. അവരെന്നെ വിളിച്ചു. എനിക്കത് എടുക്കാൻ പറ്റിയില്ല, എങ്കിലും മെസ്സേജ് ഞാൻ കണ്ടു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത്. ആ ദേശത്തുള്ള അനേകം പേര് ഈ വചനം കേൾക്കുന്ന, ഈ വചനം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന അനേകം പേരുടെ കുടുംബങ്ങളിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക. പ്രത്യേകിച്ച് ഇന്ന് വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുകയാണ്. യൂറോപ്പിലുള്ളവരെ, ഗൾഫിലുള്ളവരെ, മറ്റ് രാജ്യങ്ങളിലുള്ളവരെ, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലുള്ളവരെ, ഇവരെല്ലാവരെയും കർത്താവിന് സമർപ്പിക്കാം. അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലുള്ള ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും, അന്യ സംസ്ഥാനങ്ങളിൽ അവ പോയി ജീവിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും ഇന്ന് പ്രത്യേകം സമർപ്പിക്കുക. അവരുടെ തൊഴിൽ തടസ്സങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങളിലുള്ള ബന്ധനങ്ങൾ, അവരുടെ മക്കളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ, അവരുടെ മക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ, തെറ്റായ ബന്ധങ്ങളിൽ ചെന്നപ്പെടുന്ന അവസ്ഥ, അതോടൊപ്പം തന്നെ വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന അവസ്ഥ, അനുസരണക്കേടിൻ്റെ ദുരാത്മാവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന മക്കള്, അതുപോലെ തന്നെ ലഹരിയുടെയും മദ്യത്തിൻ്റെയും തെറ്റായ ബന്ധങ്ങളുടെയും തെറ്റായ ബോധ്യങ്ങളുടെയും തെറ്റായ അറിവുകളുടെയും ദുർബോധങ്ങളിൽ ചെന്നപ്പെട്ട് കുടുംബത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്ത വിധത്തിലും കുടുംബത്തിൻ്റെ യോഗ്യതയ്ക്ക് നിരക്കാത്ത വിധത്തിലുള്ള കൂട്ടുകെട്ടുകളിലും ജീവിത ശൈലികളിലും പെട്ടുപോയിട്ടുള്ള അനേകം മക്കളുടെ മേൽ ഇന്ന് അത്ഭുതം നടക്കാൻ പോകുക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കണ്ണുനീര് വെറുതെയല്ല. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിങ്ങളുടെ കണ്ണുനീരിന് കർത്താവ് ഉത്തരം കൊടുക്കാൻ പോകുക. നഷ്ടപ്പെട്ടു പോയ മക്കളെ കർത്താവ് വീണ്ടെടുക്കാൻ പോകുക. നഷ്ടപ്പെട്ട ജോലികളെ കർത്താവ് വീണ്ടെടുക്കാൻ പോകുക. ആഗ്രഹിക്കുന്ന ജോലിയെ കർത്താവ് ഏറ്റെടുത്ത് തരാൻ പോകുക. PR-ന് വിസയുടെ കാര്യങ്ങൾ, ചില ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ, ശത്രുക്കൾ, പരദൂഷകർ, നിങ്ങളുടെ നാശം ആഗ്രഹിച്ച് നിങ്ങൾക്കെതിരെ തിന്മകൾ പ്രവർത്തിക്കാൻ സ്വരുക്കൂട്ടുന്നവർ, നിങ്ങളുടെ തൊഴിൽ തട്ടിയെടുക്കാൻ നോക്കുന്നവർ, നിങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ നോക്കുന്നവർ, നിങ്ങളുടെ ആരോഗ്യം തട്ടിയെടുക്കാൻ നോക്കുന്നവർ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ തട്ടിയെടുക്കാൻ നോക്കുന്ന ആ തിന്മയുടെ ദുരാത്മാക്കളെയും ആ നാശകരമായ ജീവികളെയും അശുദ്ധ ശക്തികളെയും പ്രകൃതി വിരുദ്ധ ശക്തികളെയും ഈ വചനം വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ കർത്താവ് അവരിലേക്ക് ഇറങ്ങി വരികയും അത്യുന്നതന്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ്, അത്ഭുത ശക്തി അവരുടെ മേൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അത് വെച്ച് നിങ്ങൾ നിയോഗം സമർപ്പിക്കുക. സാധാരണ ദൈവജനങ്ങൾ സാക്ഷ്യപ്പെടുത്താറുണ്ട്, അച്ഛാ 90 ദിവസം ഞാൻ രാവിലെയും വൈകുന്നേരവും കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ അനവധിയായ അത്ഭുതങ്ങൾ നടന്നു. എൻ്റെ കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു. രോഗങ്ങൾക്ക് ശമനം വന്നു. ഒരിക്കലും കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ജോലി കിട്ടി. ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയ കുരുങ്ങിക്കിടക്കുന്ന പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരം കിട്ടുകയുണ്ടായി. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അതേപോലെ വിശ്വാസത്തോടെ 90 ദിവസങ്ങൾ രാവിലെയും വൈകുന്നേരം ഈ വചനം കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് വിശ്വാസത്തോടെ അയച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന മാരകമായ ദുരാത്മാക്കള്, വിഷജന്തുക്കള്, തിന്മയുടെ അരൂപികള്, ശത്രുക്കള്, നിങ്ങളെ തകർക്കാൻ നോക്കുന്ന സാത്താൻ
സാത്താൻ്റെ കെട്ടുകള്, അശുദ്ധാത്മാക്കള്, തെറ്റായ ബോധ്യങ്ങള്, പറമ്പിനെ അശുദ്ധമാക്കിയ തിന്മകള്, കൂടോത്രങ്ങള്, നാരിക ശക്തികള്, അന്ധകാര സേനകള്, പ്രകൃതി വിരുദ്ധ ശക്തികള്, നിങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറമായ കാര്യങ്ങള്, ഭർത്താവിൻ്റെ മദ്യപാനം, ജീവിത പങ്കാളിയുടെ ലഹരി, വഴക്ക്, കലഹങ്ങള്, സ്നേഹരാഹിത്യം, കേസ്, ഡൈവേഴ്സ്, കല്യാണം നടക്കാത്ത അവസ്ഥ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, സമാധാനമില്ലാത്ത അവസ്ഥ, നിരാശ, വിഷാദരോഗം, ആത്മഹത്യ ചിന്തകൾ, ആത്മഹത്യകളിലൂടെയൊക്കെ കടന്നു വന്ന ദുർസ്ഥിതികൾ, വേദനകൾ, മരണം മൂലം കടന്നു വന്ന വേദനകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടലുകൾ, കടങ്ങൾ, കേസിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ, പറമ്പ് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ, സമാധാനം കിട്ടാത്ത അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ, അയൽവാസികളിൽ നിന്നുള്ള ശല്യങ്ങൾ, ബന്ധുക്കളിൽ നിന്നുള്ള ശല്യങ്ങൾ, ആരുമില്ല സഹായിക്കാൻ. ഈ സമയങ്ങളിൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന വലിയൊരു ശക്തിയായി, വലിയൊരു അനോയിൻറ്റിങ്ങായി, വലിയൊരു അഭിഷേകമായി, വലിയൊരു ശക്തിയായി, വലിയൊരു അഭിഷേകമായി, വലിയൊരു കൃപയായി, യേശുവിൻ്റെ സാന്നിധ്യമായി, യേശുവിൻ്റെ ശക്തിയായി നിങ്ങളുടെ വീടിനെ, നിങ്ങളുടെ പറമ്പിനെ, ജീവിത സാഹചര്യങ്ങളെ, നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ, ചിന്തകളെ, ആത്മാവിൻ്റെ അവസ്ഥകളെ അനുഗ്രഹിച്ചുകൊണ്ട് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളെ ഏറ്റെടുക്കുകയാണ്. മക്കളെ എല്ലാവരും കരങ്ങൾ ഉയർത്തി സാധിക്കുന്നവരെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമുക്ക് ലഭിച്ച വചനം എഫേസോസ് 6:13. നമുക്കറിയാം ഇത് ഏറ്റവും ശക്തമായ ഡെലിവറൻസിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ തന്നെ വലിയ ഡെലിവറൻസ് നടക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് 13-ാമത്തെ വചനമാണ്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു കാലഘട്ടം തിന്മ പ്രബലപ്പെടുന്ന കാലഘട്ടം. ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ, നിരാശകൾ, വിഷാദങ്ങൾ, സങ്കടങ്ങൾ, മാരകമായ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, കള്ളങ്ങൾ, കള്ളത്തരങ്ങൾ, നെഗറ്റീവ് എനർജികൾ, ശത്രുക്കൾ, പ്രകൃതി വിരുദ്ധ ശക്തികളൊക്കെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പൗലോസ് ലീഹയിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ മേൽ കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. വിശുദ്ധ കുർബാന, വിശുദ്ധ ജപമാല, വിശുദ്ധ കുംഭസാരം, പരിശുദ്ധ കുർബാന, വചനത്തിൻ്റെ നിരന്തരമായ വായന, കരിസ്മാറ്റിക് കൂട്ടായ്മകൾ, അനുദിന കുർബാനയെ പങ്കെടുക്കാനുള്ള കൃപ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തെ ആഴപ്പെടുത്തേണ്ട ഒരു കാലഘട്ടം. അതാണ് പറയുന്നത് ദൈവത്തിൻ്റെ ആയുധം. വിശുദ്ധ കുർബാന, വിശുദ്ധ കുരിശ്, വിശുദ്ധ വചനം, വിശുദ്ധ ജപമാല, പ്രാർത്ഥന കൂട്ടായ്മ, ഇടവകയിലെ ശുശ്രൂഷകൾ. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ ആയുധങ്ങളാണ്. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാനും, അത് തിന്മയുടെ ദിനങ്ങളാണ്, നെഗറ്റീവ് എനർജിയാണ്. ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ വട്ടമിട്ട് പറയ്ക്കുക. ഏത് കുടുംബത്തിലേക്കും, ഏത് ജീവിതത്തിലേക്കും, ഏത് തൊഴിൽ മേഖലകളിലേക്കും, ഏത് ബിസിനസ്സിലേക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നോക്ക്, തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. ഈ തിന്മയുടെ കാലഘട്ടത്തിൽ, ഈ നെഗറ്റീവ് എനർജിയുടെ കാലഘട്ടത്തിൽ, ഈ കലഹത്തിൻ്റെ കാലഘട്ടത്തിൽ, ഈ മദ്യത്തിൻ്റെ ലഹരിയുടെ കാലഘട്ടത്തിൽ, ഈ കുടുംബ തകർച്ചയുടെ കാലഘട്ടത്തിൽ, വിശ്വാസം തകരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, പ്രാർത്ഥന ജീവിതം തകരുന്ന ഒരു കാലഘട്ടത്തിൽ, കൃപ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, പരിശുദ്ധാത്മ നമ്മുടെ വീടുകളെ വിട്ടുപോകുന്നു എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ മക്കളെ പിടിച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. വിശുദ്ധ കുർബാന, വിശുദ്ധ വചനം, വിശുദ്ധ ജപമാല, വിശുദ്ധ കുരിശ്, പ്രാർത്ഥന കൂട്ടായ്മകള്, അനുദിന കുർബാനകള്, ദേവാലയത്തോട് ചേർന്ന് നിൽക്കല്, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന മുറുകെ പിടിക്കുന്നത് നിങ്ങൾക്ക് അതിശക്തമായ ആയുധമായിരിക്കും. മക്കളെ, ഈ അനുദിന ജീവിതത്തിൽ നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ ഈ കാലഘട്ടത്തിൽ
ഈ മന്ത്രങ്ങള്, ഈ ആയുധങ്ങള്, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയും നമുക്ക് ആവശ്യമാണ് മക്കളെ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. Spirito Santo, Santissima Trinità, Vergine Immacolata, Angeli Arcangeli, Santi del Paradiso, scendete su di questo popolo, fondili Signore, plasmili Signore, riempili Signore, usali Signore, caccia via da loro le forze del male, annientale, distruggere, perché questo popolo possono stare bene e operare bene. കൂടോത്രങ്ങളിൽ നിന്ന്, മന്ത്രവാദങ്ങളിൽ നിന്ന്, ആഭിചാരങ്ങളിൽ നിന്ന്, പറമ്പിൻ്റെ ദോഷങ്ങളിൽ നിന്ന്, പ്രകൃതി വിരുദ്ധ ശക്തികളിൽ നിന്ന്, തൊഴിൽ തകർക്കുന്ന തിന്മകളിൽ നിന്ന്, അസൂയകളിൽ നിന്ന്, കണ്ണുവീക്കലുകളിൽ നിന്ന് കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ആമേൻ. പറഞ്ഞേ മക്കളെ ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം ഈ പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. രാവിലെ 6:45 കുർബാന, അന്തരിസിനാളുടെ നവേന, പിന്നെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. 10 മണിക്ക് അച്ഛൻ്റെ നേതൃത്വത്തിൽ, രാവിലെ 10 മണിക്ക് അച്ഛൻ്റെ നേതൃത്വത്തിൽ ചെറിയൊരു ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ. 11 മണിക്ക് കുർബാന, അന്തരിസിനാളുടെ നവേന, ചെറിയൊരു നേർച്ച ഭക്ഷണം. തുടർന്ന് വീണ്ടും ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന. പ്രിയപ്പെട്ടവരെ, 6 മണി മുതൽ 8:30 മണി വരെ അതിശക്തമായ പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ, അതിശക്തമായ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ. നിങ്ങളെല്ലാവരെയും ആ ശുശ്രൂഷയിലേക്ക്, അതിനുശേഷം നേർച്ച ഭക്ഷണം, പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക്, ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ളവർക്കുള്ള വാഹന സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി, ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്ത് ഉള്ള ഈ പള്ളി റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിനൊക്കെ അടുത്താണ്. ഒരു ഓട്ടോറിക്ഷ പിടിക്കാനുള്ള ദൂരമേ ഉള്ളൂ. സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കൾ, അതുപോലെ തന്നെ ജൂൺ 29 മുതൽ ജൂലൈ 6 വരെ മലേഷ്യയിൽ വചനപ്രഘോഷണ കമ്മീഷൻ്റെ ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഞാൻ മലേഷ്യയിലെ കൊലാലംപൂരിൽ വരുന്നുണ്ട്. ആ ഭാഗത്ത് ആർക്കെങ്കിലും വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ, നിങ്ങളുടെ ബന്ധുക്കളുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് അപ്പോയിൻമെൻറ്റുകൾ എടുക്കേണ്ടതാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.